ഇല്ലാണ്ട് പോവാ ആനെന്നെ കാണാൻ പോവാ. ഓക്കെ ഹായ് ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഭരണിയുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഭരണിയുടെ തലേദിവസമാണ്. അപ്പോൾ ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഒരു ഈവനിങ് ആയപ്പോൾ ധ്രുവക്കുട്ടീനെയും കൊണ്ടിട്ട് അമ്പലത്തേക്ക് പോയി. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ പ്രോഗ്രാംസ് 27-ാം തീയതി മുതൽ തന്നെ എല്ലാ ദിവസവും ഓരോ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതുവരെ വന്നിട്ടില്ല കേട്ടോ. ചേട്ടൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ഗാനന്മാരുടെ ദിവസം. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ. എവിടെ ഈ സുണ്ടൽ കാണാനില്ല, സാധാരണ അല്ലാതെ വട്ടം സുണ്ടലുണ്ടാവാണ്ട്, പ്രായം സുണ്ടലില്ല. അപ്പം ഞാൻ അതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ മനസ്സിൽ ഈ മണ്ണിലെ മനുഷ്യന്റെ രോദനമാണ്. അതാണ് എന്റെ സിരകളിൽ കത്തിക്കാളുവാനുള്ള ഇന്ധനവും. പോരാട്ടം ഇവളുടെ ജീവിത വ്രതവും. അപ്പോൾ അന്നത്തെ ദിവസം ബാലയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ഭരണിക്ക് ബാല ഫുൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പിന്നെ പകുതിക്ക് വെച്ചാൽ വന്നത്. പിന്നെ ഇരുന്ന് കാണൽ അർത്ഥമില്ലാത്ത കാരണം, പിന്നെ അതൊരു കുട്ടിയും കൊണ്ടുള്ള കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്ന ടൈമിൽ. അപ്പോൾ ഞങ്ങൾ കാണാൻ നിന്നില്ല കേട്ടോ. അപ്പം നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പം നമ്മൾ ഉള്ളിലൊന്ന് ചെന്ന് ചുമ്മാ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ബാലയുടെ മ്യൂസിക് അവിടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അതിലാണ് താളം പിടിക്കണേ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാം. അപ്പോൾ അതാ ഇപ്പോൾ ഒന്നും അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഈ അമ്പലം ഇങ്ങനെ ആവില്ല, നല്ല സൂപ്പറായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫ്രണ്ട് സൈഡിലെത്തി. ഫ്രണ്ട് സൈഡിലാണ് ഷോപ്സൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ധ്രുവക്കുട്ടിയുടെ ഒരു സുഹൃത്തല്ല, അവിടെ വീടിൻ്റെ അടുത്ത ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ കണ്ടു. അപ്പോൾ അവിടെ എല്ലായിടത്തും മറ്റേ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഈ സാധനം പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടി ഇത് കണ്ടപ്പോൾ പിന്നെ അവളത് പറക്കാൻ നിന്ന് തുടങ്ങി. പിന്നെ അതിലായി ഫുൾ കളിയിട്ടാണ്. അപ്പോൾ അത് മൂപ്പരവിടെ ഇരിപ്പായിട്ടാണ്. അപ്പോൾ ആ കുട്ടിയും അവളുടെ ചേച്ചി എല്ലാവരും കൂടി ഇവളെ കളിപ്പിക്കാനായിട്ട് വന്നു തുടങ്ങി. പക്ഷെ മൂപ്പരാൾ എന്തോ ആലോചനയിൽ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആ ഒരു സ്പോട്ടിൽ വെച്ചെടുത്തു. പിന്നെ അവർ ചെയ്യണ പോലെ ഇതെടുത്ത് റീലും കളിക്കലൊക്കെ ആയി. അവരും ഇവളൊപ്പം കളിക്കാനായിട്ട് കൂടുണ്ടായിരുന്നു കേട്ടോ. ഈ ഉണ്ണിനെ ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു ഷോട്ടിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് ഈ ഉണ്ണി ചെറിയതാണ് കേട്ടോ. അപ്പോൾ അവൾ പേര് ഉത്തര എന്നാണ്. അപ്പോൾ അതങ്ങനെ ഇവിടെ കളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്രുവക്കുട്ടിയാണെങ്കിൽ അറിയാലോ, 3-4 പേര് കൂടെ ഓവർ ആക്ടിങ്ങും ഷോയൊക്കെ കാണിച്ച് അങ്ങനെ അവിടെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടിയുടെ പുതിയ ചെരുപ്പൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മളന്ന് ഷോപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, ഫെസിയോന്ന് വാങ്ങിച്ച ഷൂസാണ്. വാങ്ങിച്ച് വന്ന് അന്ന് തന്നെ അതിൻ്റെ പീപ്പൊക്കെ പോയിട്ട് അതെങ്ങനെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ധ്രുവക്കുട്ടിനെ കൊണ്ട് ഷോപ്സിലേക്ക് കയറി. അപ്പോൾ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായിട്ടാ, ആ ഒരു ഡക്ക് പോലത്തെ സാധനം. അപ്പോൾ ധ്രുവക്കുട്ടിയാണെങ്കിലും അത് വേണമെന്ന രീതിയിൽ പോയിട്ട് പിടിച്ചു കേട്ടോ. അപ്പോൾ വില ചോദിച്ചപ്പോൾ 150 രൂപയായിരുന്നു. 150 രൂപയ്ക്ക് ഈ ഒരു സാധനം വാങ്ങാനുള്ള ഒരു വർത്ത് തോന്നിയില്ല. പിന്നെ ചിലപ്പോൾ അത് പൊട്ടാനും ചാൻസ് ഉണ്ട്. അത് കാരണം പിന്നെ അത് വാങ്ങിയില്ല. ധ്രുവക്കുട്ടി പിന്നെ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ, വേണമെന്നൊന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇത് ഒഴിവാക്കി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ധ്രുവക്കുട്ടി ഇപ്പോൾ ടോയ്സ് വെച്ചുള്ള കളി വളരെ കുറവാണ് കേട്ടോ. അവിടെ ഇവിടെ കയറൽ നിരങ്കൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപ്പിളക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ടോയ്സൊക്കെ വെറുതെ ഇരിക്കുകയാണ് അവളുടെ. എന്നിട്ട് വേണ്ടി പരീതി നീ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സാധനം അച്ഛൻ്റെ മോള് തന്നെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ മെയിൻ സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ബജ്ജിയും സാധനമൊക്കെ കഴിച്ചു. അത് സന്തോഷമായി. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ പൂക്കളിരിക്കുന്നുണ്ടത്. ഈ പൂക്കളൊക്കെ ഇനി അമ്പലം അലങ്കരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് അമ്പലം അലങ്കരിക്കും. അപ്പോൾ അതൊരു കുട്ടി ഫുള്ള് വൈബിലാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, കുറേ ആൾക്കാരും കാണാമല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൾക്കാരുള്ളിടത്ത് കൂടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് ചേട്ടന്മാരവിടെ കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അവരനുസരിച്ച് വലിയ ഷോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ തന്നിക്കുന്ന ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് അവിടെ നിന്ന് വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേട്ടന്മാർക്ക് കാണാണ്, പിന്നെ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. ഒരു വിധത്തിൽ അവൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വിധത്തിൽ ധ്രുവക്കുട്ടീനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് ആകെ വാങ്ങിച്ചത് ഈ ഒരു ബലൂണാണ് കേട്ടോ.
പക്ഷെ കണ്ണാടി നോക്കാൻ വന്നപ്പോഴേക്കും അബദ്ധത്തിൽ അത് പൊട്ടിയിട്ട് പെട്ടെന്ന് പൊട്ടുന്ന പരിപാടിയായിരുന്നു. മൂപ്പൾക്കാകെ സങ്കടമായി, അയാൾ ഷോക്കിൽ നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടീനെ കൊണ്ടത് ഉറങ്ങാൻ പോയിട്ടാ. നാളെ തിറ്റ നാളെ തിറ്റ നാളെന്ത് சொன்னா ഭരണി പഞ്ഞ ഭരണി പഞ്ഞ പറയ് ഭരണി പഞ്ഞ അപ്പല്ലോട് ബായ് പറഞ്ഞേ. അങ്ങനെ ഭരണിയുടെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഫസിയോന്ന് എടുത്ത ഡ്രസ്സാണ് ഇട്ടത്. ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാന്ന് വിചാരിച്ച് ഇട്ടതാണ്. രാവിലെ അമ്പലത്തേക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട്, പറ വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ പ്രശ്നം കാരണം അങ്ങനെ പോകാനൊന്നും പറ്റില്ല. പക്ഷെ അമ്പലത്തേക്ക് പോകണം എന്ന് ചേട്ടൻ പറഞ്ഞ കാരണം നമ്മൾ ചുമ്മാ അവിടെ പൂരണ്ടായിരിക്കും സമയത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഒപ്പം അത് ആദ്യമുണ്ട്, അതുകൊണ്ട് രണ്ടുപേരും വന്നപ്പോൾ സന്തോഷമുണ്ട് അതൊരു കൂടി കാണുന്നത്. അപ്പോൾ ചേട്ടന്മാരെന്ന് നമുക്ക് ജീവനാണ് കേട്ടോ. അപ്പോൾ ഇനി രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാരാണ് മെയിനായിട്ട് എപ്പോഴും കാണുന്നത്. അതാണ് ഇവരെപ്പോഴും വീഡിയോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടി ആനനെ കണ്ട് അന്തം വിട്ട് നിൽക്കണം. ആനനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മുടെ അമ്പലം ഫുൾ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അമ്പലം ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലാണ്. ഒരു 10-11 മണി ടൈമിൽ ഞങ്ങൾ പോയത്. നല്ല കത്തിക്കാളുന്ന വെയിലാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് ഫ്രണ്ട് സൈഡിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു കുട്ടി ചേട്ടന്മാരും ഭയങ്കര കളിയായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആന ജസ്റ്റ് നടന്നു പോയായിരുന്നു. പക്ഷേ നൈസായിട്ട് ആൾ ഡയറക്ഷനൊന്ന് മാറി വന്നു. അപ്പോൾ ഒരു ചേട്ടൻ എന്താ അവിടെ ഉണ്ടായിരുന്നൊരു കച്ചവടക്കാരനാണ്. ആൾ ജസ്റ്റ് ഒന്ന് പേടിച്ച് കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങളും പേടിച്ചു പോയി, ഒന്ന് നൈസായിട്ടൊന്ന് വിറച്ച് പോയിന്ന്. അപ്പോൾ അതിന് ശേഷം എന്താ ഇതൊരു കുട്ടി പിന്നെ അവളെ പണ്ടത്തെ പണി പറക്കൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് അതിനെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അതൊരു ആചാരമായത് കാരണം അങ്ങോട്ട് പോവാണ് കേട്ടോ. പിള്ളേരെയും കൊണ്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ എൻ്റെ ഭരണിയുടെ വ്ളോഗിൽ നമുക്ക് കാണാം. ഇത് എനിക്കിഷ്ടമുള്ളൊരു ഏർപ്പാടാണ്. കാരണം ടോയ്സൊക്കെ കാണാനും ഇതൊക്കെ അവരൊപ്പം പർച്ചേസ് ചെയ്യാനും പറ്റുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യം വേഗം സെലക്ട് ആക്കി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അവന് ഒരു സാധനം ഇഷ്ടപ്പെട്ടു. അത് പക്ഷേ വാങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ആഘോഷമായി. പിന്നെ അതല്ലാണ്ട് വേറെ എന്തോ നോക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു കുട്ടിക്ക് നമ്മളെന്തൊരു മാജിക് ബുക്ക് പോലെ സാധനം വാങ്ങിച്ചു. അതെന്തോ വെള്ളം വെച്ച് വരയ്ക്കുമ്പോൾ എന്തോ തെളിയുന്നൊരു സംഭവം. പാനൊക്കെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് അത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം കണ്ട് മടങ്ങുന്ന വഴി നമ്മളത് ഇവിടെ നിന്ന് പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാൻ കയറിയിട്ട്. അവിടുത്തെ ഫേമസ് ആണ് കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത്. രണ്ടുപേർക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ പിള്ളേർക്ക് മെൻഡോസ് വേണമെന്ന് പറഞ്ഞിട്ട് പാപ്പ മെൻഡോസ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ എത്തി. പിന്നെ അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മളത് ഈവനിങ് ഒരു പൂരമുണ്ട്. ഈവനിങ് പൂരം വെടിക്കെട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ്റെ പുതിയ ഷർട്ടാണ്. എൻ്റെയും പുതിയ ഡ്രസ്സാണ്. ദുരുക്കുട്ടിയുടെ പുതിയ ഡ്രസ്സ് തന്നെയാണ്. ദുരുക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ്. കുറച്ച് വലിപ്പം കൂടുതലാണ്, എന്നാലും നമ്മൾ ഇട്ട് കൊടുത്തു. ഇപ്രാവശ്യം തിരക്കൊക്കെ ഇതിൽ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് അറിയില്ല. ആനകൾ അവിടുന്ന് പെട്ടെന്ന് വരിക്കും. അങ്ങനെ പൂരൊക്കെ കണ്ട് അവിടെ നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒപ്പം ആദ്യമുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഈ പൂരത്തിൻ്റെ ലാസ്റ്റ് വെടിക്കെട്ടുണ്ടായിരിക്കും. അപ്പോൾ അധികം വെയിലൊന്നും ഇല്ലാത്ത കാരണം ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതൊരു കുട്ടി ആനേനെ കണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് പേരുള്ള നമ്മുടെ വീട്ടിലും ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഭരണി എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ പൂരപ്പറമ്പിൽ അതിലും ആൾക്കാർക്ക് കുറച്ച് കുറവ് പോലെ എനിക്കിപ്പോൾ തോന്നി.
പിന്നെ ആനകളൊക്കെ അമ്പലത്തിൻ്റെ മേലേക്ക് അങ്ങോട്ട് കയറും. പിന്നെ അതിന് ശേഷം തിരിച്ച് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ ആനകൾ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കയറി നിന്നിട്ട് ഒരു മേളം ഉണ്ടായിരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ടൈമിൽ ഇവിടെ കുറച്ച് കമ്മലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ അമ്പലപ്പറമ്പിൽ പോയി അങ്ങനെ കമ്മലൊന്നും വാങ്ങാറില്ല. പക്ഷെ എന്നെ കെട്ടിയനുള്ളതുകൊണ്ട് ഞാൻ കെട്ടിയനോട് ചുമ്മാ ചോദിച്ചപ്പോൾ കെട്ടിയൻ പറഞ്ഞൊരു കമ്മൽ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അത്ര തന്നെ. ഞാൻ അങ്ങനെ വാങ്ങാറുണ്ട്. ഒന്നും പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങുന്നത് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ധ്രുവക്കുട്ടി പിന്നെ ഫുൾ ഓൺ മൂഡായിരുന്നു. ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് സന്തോഷമായിട്ട് ഓടിച്ച് കളിച്ച് നടക്കാറുണ്ട്. ഞാൻ പേടിച്ച് നിൽക്കായിരുന്നു. കാരണം എവിടെയും തട്ടി തടഞ്ഞ് വീഴുമെന്ന് വെച്ചിട്ട്. കാരണം ഇത്രയും ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെ പെട്ടെന്ന് ആരും കാണൂല്ല. എല്ലാവരും ഇടയിൽ കൂടെ ഓടി നടക്കുമായിരുന്നു. അവിടെ പൂരം നടക്കണമെന്ന് വെച്ചിട്ട് മൂപ്പരാളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ. പിന്നെ ആൾക്കാരുണ്ടല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് അവിടെ ഓടി നടക്കുമായിരുന്നു. പിന്നെ ചേട്ടന്മാരൊപ്പമുള്ള സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ കൊട്ട കഴിഞ്ഞപ്പോൾ ആനകൾ ഇങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയിട്ട്. അപ്പോൾ ധ്രുവക്കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കണ കാരണം നമ്മൾ അവളെന്താ പിടിച്ച് നിർത്താൻ ശ്രമിച്ചു. അങ്ങനെ പിടിച്ച് നിർത്താൻ നോക്കി. എൻ്റെ പരിമിത ഫലമാണ് ഇപ്പം ഈ കാണുന്നത്. ഇരുന്ന് കരഞ്ഞു. ചേട്ടൻ ആരാന്ന് വെച്ചപ്പോ എങ്ങനെ അമ്മ അച്ഛൻ എനിക്കാൻ പറയാനുള്ള അടുത്ത് അങ്ങനെ ധ്രുവക്കുട്ടിയുടെ അതുച്ചേട്ടൻ ലാൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം അതു എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് നിൽക്കാൻ കേട്ടോ. പിന്നെ അതുവിനും കൂടി കിട്ടിയില്ല. അപ്പോൾ അവനെയും കൊണ്ടിട്ട് അവനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെയും കൊണ്ടിട്ട് ടോയ്ക്കടയ്ക്ക് പോയി നമ്മൾ. അപ്പോൾ അവനോട് സെലക്ട് ചെയ്യാൻ പറയാൻ കേട്ടോ. എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ പറയായിരുന്നു. അപ്പോൾ അത് രാവിലെ ആഗ്രഹിച്ച സാധനം ഇതാണ് കേട്ടോ. ഒരു പുതിയ വെറൈറ്റി സാധനമാണ്. എന്തോ സ്പൈഡർമാൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ചിലന്തി വല പോണ പോലെ എന്തോ ആവുന്നൊക്കെയാണ് തോന്നുന്നത്. അറിയില്ല. അങ്ങനെ അവൻ്റെ അവിടെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ധ്രുവക്കുട്ടി ഇടയിൽ സെലക്ഷൻ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ധ്രുവക്കുട്ടി നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ഈ തോക്കാണ് വാങ്ങിച്ചത്. അങ്ങനെ അവൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവസാനം നൈറ്റായി. വെടിക്കെട്ടിൻ്റെ മുന്നുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്രുവക്കുട്ടിയുടെ വല്യമ്മ ധ്രുവക്കുട്ടി തലയിൽ വെക്കണം ഈ സാധനം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ മൂപ്പുള്ള ഹാപ്പിയായി. അങ്ങനെ വെടിക്കെട്ടും സ്റ്റാർട്ടായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വെടിക്കെട്ട് വേറൊരു സ്പോട്ടിലായിരുന്നു നടന്നത്. അത് കാരണം തന്നെ ഭയങ്കര പുക വന്നു കേട്ടോ. നമ്മൾ നിൽക്കണ ഭാഗത്തേക്കൊക്കെ ഭയങ്കര പുകയായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നണം. അപ്പോൾ പിറ്റേ ദിവസം അശ്വതി വേലയായിരുന്നു. അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും ഉണ്ണിയും കൂടിയിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ അശ്വതി വേലയോട് കൂടിയിട്ട് നമ്മുടെ ഭരണിയും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അപ്പോൾ ഇപ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം നല്ല രീതിയിൽ പോയി. വലിയ ഗസ്റ്റുകളൊന്നും വീട്ടിൽ വന്നില്ലെങ്കിലും നമ്മൾ നമ്മുടേതായ രീതിയിലൊക്കെ ആസ്വദിച്ചു കേട്ടോ ഭരണി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ പിന്നെ കാണാം. അതുവരേക്കും ബൈ.